വചനം 26 വാക്കർത്ഥം. വഖാല നൂഹൻ, നൂഹ് വീണ്ടും പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർ, നീ വിട്ടേക്കരുതേ, അലൽ അർദി, ഭൂമിയുടെ മീതെ, ഭൂമിയിൽ, മിനൽ കാഫിരീന, അവിശ്വാസികളിൽ നിന്ന്, ദയ്യാറൻ, ഒരു വീട്ടുകാരനെയും ഗൃഹവാസിയെയും ഒരാളെയും. وقال نوح رب لا تذر على الأرض من الكافرين ديارا. നൂഹ് വീണ്ടും പറഞ്ഞു, എൻ്റെ റബ്ബേ, അവിശ്വാസികളിൽപ്പെട്ട ഒരു പൗരനെയും ഭൂമിക്കുമീതെ നീ ബാക്കിയാക്കി വിട്ടേക്കരുതേ. വചനം 27 വാക്കർത്ഥം. ഇന്നക, നിശ്ചയമായും നീ, ഇൻതദർഹും, അവരെ നീ വിട്ടേക്കുന്ന പക്ഷം, യുദില്ലൂ, അവർ വഴിതെറ്റിക്കും, ഇബാദക, നിന്റെ അടിയാന്മാരെ, വലാ യലിദൂ, അവർ ജനിപ്പിക്കയുമില്ല, ഇല്ല ഫാജിറൻ, ദുർവൃത്തനെ അഥവാ തോന്നിയവാസിയെ അല്ലാതെ, കഫാറോ, സത്യനിഷേധക്കാരനായ, നന്ദി കെട്ടവനായ. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. കാരണം നിശ്ചയമായും അവരെ നശിപ്പിക്കാതെ വിട്ടേക്കുന്ന പക്ഷം അവർ നിന്റെ അടിയാന്മാരെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. സത്യനിഷേധക്കാരായ ദുർവൃത്തരെയല്ലാതെ അവർ ജനിപ്പിക്കുകയും ചെയ്യുകയില്ല. 26-27 വചനങ്ങളുടെ വിശദീകരണം. ആ ജനതയെക്കുറിച്ച് ഒരു സൽപ്രതീക്ഷയ്ക്ക് അവകാശമില്ലാതിരുന്നതോ അവർ കൈക്കൊണ്ടുവന്ന അക്രമനയങ്ങളോ മാത്രമായിരുന്നില്ല അവർക്കെതിരിൽ അവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൂഹ് നബി അലൈഹിസ്സലാമയെ പ്രേരിപ്പിച്ചത്. ഭാവിയിൽ സത്യവിശ്വാസം സ്വീകരിക്കാനിടയുള്ള ആളുകളെ ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി നിലവിലുള്ള ചുരുക്കം വ്യക്തികളെപ്പോലും ആ അക്രമികൾ വഴിപിഴപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും ആ ദുഷിച്ച ജനതയിൽ നിന്ന് ജനിച്ചു വളരുന്ന ഭാവി തലമുറകൾ അവരെപ്പോലെ ദുഷിച്ച ജനതയായിരിക്കുവാനേ മാർഗമുള്ളൂവെന്നും അദ്ദേഹത്തിൻ്റെ ദീർഘകാല പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ള അല്പം ചിലരല്ലാതെ മേലിൽ ആ ജനതയിൽ നിന്ന് ആരും വിശ്വസിക്കുന്നതല്ല എന്ന് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഹൂദ് 36 വചനത്തിൽ കാണാവുന്നതാണ്. ഈ പ്രാർത്ഥന അതിനുശേഷമായിരിക്കുവാനും ഇടയുണ്ട്. പ്രവാചകവര്യനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതക്കെതിരിൽ പ്രാർത്ഥന ചെയ്തതിൻ്റെ കാരണവും ന്യായവും ഇതിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാമല്ലോ. ഫിർഔൻ്റെയും ആൾക്കാരുടെയും സത്യനിഷേധവും ധിക്കാരവും അതിരുകവിഞ്ഞു. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ പാടെ നശിച്ചപ്പോൾ അവർക്കെതിരിൽ മൂസാ നബി അലൈഹിസ്സലാമയും പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ടെന്നും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടുവെന്നും സൂറത്ത് യൂനുസ് 88-89 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇപ്രകാരമാണ്.